ദൈവനാമം മഹത്വപ്പെടട്ടെ. യേശുക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് എൻ്റെ ജീവിതത്തിൽ യേശു എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. യേശുവിൻ്റെ ജനന സമയത്ത് ദൈവദൂതൻ ലോകത്തോട് പ്രഖ്യാപിക്കുന്ന വലിയ സന്ദേശം, സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നിങ്ങൾക്കായി ബേത്ലഹേമിൽ പിറന്നിരിക്കുന്നു. ആ വലിയ മഹാസന്തോഷം, ആ മഹാസന്തോഷം എന്ന് പറയുമ്പോൾ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒരിക്കലും ഇതിനു മുമ്പ് ലഭിച്ചിട്ടില്ലാത്തതും ഇനിയും ലഭിക്കാത്തതുമായ ഒരു സന്തോഷമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം നമുക്ക് നൽകുന്നത്. യേശുവിൻ്റെ ജനനം മനുഷ്യരാശിക്ക് രക്ഷയുടെ സുവിശേഷം പ്രദാനം ചെയ്യുന്നു. ആ രക്ഷയുടെ സുവിശേഷം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നതിന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ എല്ലാവർക്കും ബാധ്യതയും ഉത്തരവാദിത്വവും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു എന്തായിരുന്നു എന്നുള്ളതിനെപ്പറ്റി ഞാൻ സൂചിപ്പിക്കുമ്പോൾ, ഒരു ക്രൈസ്തവ പാരമ്പര്യത്തിൽ വളർന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ വല്യപ്പൻ്റെ പിതാവ് ഒരു വൈദികനായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ സഹോദരൻ ഒരു വൈദികനായിരുന്നു. മറ്റ് വൈദിക കുടുംബവുമായിട്ടുള്ള ഒരു ബന്ധം ചെറുപ്പകാലം മുതൽ തന്നെ എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ജനിച്ച സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ ചെറുകോൽ വില്ലേജിൽ വയലത്തല എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അവിടെ എൻ്റെ വീടിൻ്റെ സമീപത്ത് ഏറ്റവും അടുത്ത 2 പള്ളികളാണുള്ളത്. ഒരു കത്തോലിക്ക ദേവാലയവും ഒരു മർത്തോമ പള്ളിയും. അതോടൊപ്പം തന്നെ ഒരു ഓർത്തഡോക്സ് പള്ളി, ഒരു CSI പള്ളി എല്ലാം എൻ്റെ വീടിൻ്റെ സമീപത്ത് ഉണ്ട്. എൻ്റെ വീടിനടുത്തുള്ള ഈ 2 പള്ളികൾ എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കളുടെ ക്രിസ്തീയ ജീവിതം, അവർ കാണിച്ചു തന്ന ആ പാത, പള്ളി ആരാധനയിൽ സംബന്ധിക്കുവാനും അതുപോലെ തന്നെ മതബോധനം അഭ്യസിക്കുന്നതിനും ചിട്ടയായ ജീവിതം നയിക്കുന്നതിനുമൊക്കെ അവർ നൽകിയതായ പ്രോത്സാഹനം അതൊരിക്കലും മറക്കുവാനായിട്ട് സാധിക്കത്തില്ല. ക്രിസ്തുവിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുമ്പോൾ വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ, ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിൽ ക്രിസ്തു നൽകിയിട്ടുള്ള വലിയ ദർശനവും അതുപോലെ തന്നെ ക്രിസ്തു നൽകിയതായിട്ടുള്ള പാതയും എനിക്ക് മറക്കുവാനായിട്ട് സാധിക്കത്തില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ വീടിൻ്റെ അതിരിനോട് ചേർന്ന് നിൽക്കുന്ന പള്ളി, മർത്തോമ പള്ളിയിലെ കൺവെൻഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അവിടെ പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും സുവിശേഷകരെ ദൈവവചനം പ്രഘോഷിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. അത് ഒരാഴ്ചത്തെ വലിയ ഒരു സുവിശേഷ പ്രസംഗ യോഗമായിരുന്നു. ആ അവസരത്തിൽ ഞാൻ ഈ പള്ളിയുടെ അടുത്ത് പോവുകയും അവിടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അവിടെ പ്രായമായ ഒരു അപ്പച്ചൻ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വലിയ ദർശനം. ഹാർമോണിയം ഉപയോഗിച്ച് പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഉളക്കപ്പൊടിമാങ്കിലെ പൊടിയച്ചാൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം മരിച്ചുപോയി, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. പക്ഷേ അദ്ദേഹം ഞങ്ങളെ കാണുമ്പോൾ വിളിച്ചിരുത്തി ഹാർമോണിയത്തിൽ പാട്ട് വായിച്ച്
ക്രിസ്തീയ ഗാനങ്ങൾ പഠിപ്പിക്കുന്നതിന്, കേൾപ്പിക്കുന്നതിന് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതെന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്വന്തം ഇടവകയിലെ വികാരിമാർ ചെറുപ്പകാലം മുതൽ തന്നെ ഞങ്ങളെ പള്ളിയിൽ വരുന്നതിനും ദൈവാരാധനയിൽ പങ്കെടുക്കുന്നതിനും മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്നതിനുമൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അവരതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. കഴിവുള്ളിടത്തോളം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ 10ാം ക്ലാസ് പാസ്സായി. അതിനുശേഷം പ്രീ ഡിഗ്രി, ഡിഗ്രി വിദ്യാഭ്യാസം, അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ, കോളേജിലെ അധ്യാപകനായിട്ട് ഞാൻ മാറുന്ന സന്ദർഭങ്ങൾ. അപ്പം ഞാൻ എൻ്റെ യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ എന്നെ കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ് ഞങ്ങളുടെ ഇടവകയിലുണ്ടായിരുന്ന ഫാദർ ഫിലിപ്പോസ് തോമസ് എന്ന് പറയുന്ന അച്ഛൻ. അദ്ദേഹം യുവജന പ്രസ്ഥാനം ആരംഭിക്കുന്നതിന്, യുവജനങ്ങളെ സംഘടിപ്പിച്ച് കായിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ നേതൃത്വം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സ്നേഹ വലയത്തിൽ ഞാൻ ഉൾപ്പെടുകയും അദ്ദേഹത്തോട് ചേർന്ന് യുവജന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. സെൻറ്റ് തോമസ് യൂത്ത് ക്ലബ്ബ് എന്ന് പറയുന്നൊരു ക്ലബ്ബ് ഇടവകയിൽപ്പെട്ടവർക്ക് മാത്രമല്ല, ആ നാട്ടിലുള്ള എല്ലാവർക്കും ഒരുമിച്ച് ചേരുവാനും സംസാരിക്കുവാനും അതുപോലെ തന്നെ യേശുവിനെക്കുറിച്ച് അറിയുന്നതോടൊപ്പം തന്നെ പരോപകാര പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുവാനും യുവജനങ്ങളെ സജ്ജമാക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പരിപാടികൾ, പ്രോഗ്രാമുകളൊക്കെ ചെയ്യുവാനായിട്ട് സാധിച്ചു. അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ, സർഗാത്മക പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ കുട്ടികളുടെ സംഘടന, ബാലജനസഖ്യം ആരംഭിക്കുന്നതിനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ യേശു ഒരു പുതിയ ദൗത്യവുമായിട്ടാണ് ലോകത്തിലേക്ക് വരുന്നത്. അത് മനസ്സിലാക്കുവാനായിട്ട് അന്നത്തെ ആളുകൾക്ക്, പുരോഹിതന്മാർക്ക്, അന്നത്തെ സാമൂഹിക പ്രമാണികൾക്ക്, രാജാവിനൊന്നും സാധിച്ചിരുന്നില്ല. നമുക്കറിയാം, ഒരു രാജാവ് ആണ് ജനിച്ചതെന്ന് പൂജരാജാക്കന്മാരിൽ നിന്ന്, വേദശാസ്ത്രികളിൽ നിന്ന് മനസ്സിലാക്കിയ ഹെരോദസ് എനിക്കൊപ്പം വേറൊരു രാജാവ് ഇവിടെ പിറന്നിരിക്കുന്നു എന്ന് പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ആ വലിയ അസൂയ, അല്ലെങ്കിൽ എനിക്ക് പകരമായി ഇവിടെ ഒരു രാജാവ് ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം ചിന്തിച്ച വ്യക്തിത്വമാണ്. അതുകൊണ്ട് വേദശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞു. വേദശാസ്ത്രജ്ഞന്മാർ ആദ്യമായിട്ട് കടന്നു ചെന്നത് ഹെരോദേസിൻ്റെ കൊട്ടാരത്തിലാണ്. യേശു എന്ന രക്ഷിതാവിനെ കാണുവാനായിട്ട് നക്ഷത്രം വഴികാട്ടിയായിട്ട് വന്ന കൂട്ടത്തിൽ അവർ എത്തിച്ചേർന്നത് ഹെരോദേസിൻ്റെ കൊട്ടാരത്തിലാണ്. ഹെരോദേസ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നില്ല. അന്നേരമാണ് അദ്ദേഹം പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന വ്യക്തിത്വങ്ങളെയും വിളിച്ചുകൂട്ടി യേശു എവിടെയാണ് ജനിക്കാൻ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി ഒരു അഭിപ്രായം സ്വരൂപിച്ചു. അങ്ങനെ ബേത്ലഹേമിൽ യേശു പിറന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി യേശുവിനെ കാണുക, കണ്ടിട്ട് തിരിച്ചു വന്ന് എന്നെ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വരാനായിട്ട് അവരാഗ്രഹിച്ചപ്പോഴാണ് ദർശനമുണ്ടായത്. അദ്ദേഹം യേശുവിനെ നശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് പകരമായിട്ടൊരു രാജാവ് പാടില്ല എന്നുള്ള ആ വലിയൊരു ധാർഷ്ട്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്നത്തെ ഭരണാധികാരികൾക്കും അതുപോലെയുള്ള ധാർഷ്ട്യമുണ്ട്. പല കാര്യങ്ങളിലും ജനങ്ങളുടെ ഇംഗിതം കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ധാർമ്മികമായ ചിന്തകൾ അവർക്ക് പലപ്പോഴും അന്യമായി പോകുന്ന ഒരു സാഹചര്യം. മനുഷ്യൻ്റെ നന്മയെ പുൽകാതെ വെറും സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് നമ്മുടെ ഭരണാധികാരികൾ മാറുന്നു. അന്ന് നമുക്കറിയാം, യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെ വിപ്ലവകരമായ കാര്യങ്ങളായിരുന്നു. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. യേശു ദൈവപുത്രനാണെന്ന് സ്വയം വെളിപ്പെടുത്തിയിട്ട് നിങ്ങൾ തന്നെ അത് പറയുന്നുവല്ലോ എന്ന് പറഞ്ഞിട്ടും അവർക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. അവരെല്ലാം പ്രത്യേകമായൊരു ലോകത്തിലായിരുന്നു. ഇത് തന്നെയാണ് ഇന്ന് ലോകത്തിൻ്റെ സ്ഥിതി
കൃത്യമായിട്ട് സത്യം മനസ്സിലാക്കുവാനായിട്ട്, നന്മയെ മനസ്സിലാക്കുവാനായിട്ട്. ഇന്നും ഭൂരിഭാഗം ആളുകൾക്കും, ഒരു നല്ല ശതമാനം ആളുകൾക്ക് സാധിക്കുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം ആളുകൾക്കും യേശുവിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും അപകടകരമായ സംഗതിയാണ്. അപ്പോൾ യേശു പറയുന്ന കാര്യങ്ങളും യേശുവിൻ്റെ രോഗശാന്തി ശുശ്രൂഷകളും ദൈവത്തെപ്പറ്റി, പിതാവിനെപ്പറ്റി ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായില്ല. അതെല്ലാം ദൈവദൂഷണമായിട്ടാണ് അവർ കരുതിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ യേശുവിനെ അവർ ശത്രുപക്ഷത്ത് നിർത്തുവാനും യേശുവിനെ വധിക്കുവാനും ഇല്ലാതാക്കുവാനും അവർ ശ്രമിച്ചു. അതെല്ലാം പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു നിയോഗമായിരുന്നു എങ്കിലും തൻ്റെ കൂട്ടത്തിൽ നിന്ന് തൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനും അതുവഴി പാടുപീഡകൾ ഏറ്റുവാങ്ങുവാനുമായിട്ട്. നമുക്കറിയാം, അന്നത്തെ കാലഘട്ടത്തിൽ കുരിശ് വഹിപ്പിക്കുക അല്ലെങ്കിൽ കുരിശ് മരണം നൽകുക എന്ന് പറയുന്നത് ഏറ്റവും നികൃഷ്ടമായ ഒരു മരണത്തിൻ്റെ സ്വഭാവമാണ്. കുരിശെന്ന് പറയുന്നത് ഏറ്റവും നികൃഷ്ടമായ ഒരു അടയാളമായിരുന്നു. ഇന്നത് മഹത്വത്തിൻ്റെ അടയാളമായിട്ട് യേശു കുരിശിൽ മരിച്ച് ഉത്ഥിതനായി തീർന്നതുകൊണ്ടാണ് കുരിശിൻ്റെ മഹിമ വർദ്ധിച്ചത്. അങ്ങനെ യേശു ഉയർപ്പിക്കപ്പെട്ടു. നമുക്കറിയാം, യേശു ഉയർപ്പിക്കപ്പെട്ടിട്ടിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമെന്ന് പൗലോസ്ലീഹ പറയുന്നത് പോലെ കൊറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ. വാസ്തവത്തിൽ യേശു ഉയർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ അങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റ് പിശാചിനെയും അവൻ്റെ ശക്തിയെയും പാപത്തെയും എല്ലാം തകർത്ത് ഉത്ഥിതനായി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഇമ്മാനുവേലായിട്ട് യേശു ജീവിക്കുന്ന ആ ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. ഏത് ആപത്ഘട്ടത്തിലും ഏത് പ്രതിസന്ധിയിലും നമുക്ക് തുണയായി തീരുന്നത് ഈ യേശുക്രിസ്തുവാണ്. യേശുവല്ലാതെ വേറൊരു നാമം നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. ആ ഒരു ബോധ്യം ഇന്ന് നമ്മൾക്ക് ഉണ്ടാകണം. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന് അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു ഒരു ഒരു അപകടകരമായ സ്ഥിതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ദൈവത്തിന് പ്രീതികരമായ ഒരു വത്സരവും പ്രഖ്യാപിക്കാനായിട്ടാണ്. നമുക്കറിയാം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഭാഗത്താണ് യേശു നിലകൊണ്ടത്. പാപങ്ങളുടെ പക്ഷത്താണ് അദ്ദേഹം നിന്നത്, യേശു നിന്നത്. പലപ്പോഴും അത് അലോസരമുണ്ടാക്കുന്ന അനുഭവമായിരുന്നു മേൽ വിഭാഗത്തിലുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുകൾ തട്ടിലുള്ള ആളുകൾക്ക് അത് അംഗീകരിക്കുവാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. അവരവരുടെ താല്പര്യത്തിനനുസൃതമായിട്ട് നീതിയെ, സത്യത്തെ വളച്ചൊടിച്ച് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സമീപന രീതിയാണ് അവർ സ്വീകരിച്ചിരുന്നത്. ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സ്ഥിതി തന്നെയാണ്. സത്യവും നീതിയും തകർക്കപ്പെട്ട ഒരു കാലഘട്ടം. ലോകത്തിലേക്ക് യേശു വന്ന ഒരു കാലഘട്ടം തന്നെ നമുക്കറിയാം. ഇതുപോലെയുള്ള പ്രതിസന്ധികളുടെ നടുവിലാണ് യേശു ലോകത്തിലേക്ക് വന്നത്. പ്രതിസന്ധികളുടെ നടുവിലാണ് തെറ്റുകൾ, കൊലപാതകങ്ങൾ, പരസ്പരമുള്ള അവിശ്വസ്തത, തകർച്ചകളെല്ലാം ഉണ്ടായിരുന്നൊരു കാലഘട്ടം. ഭരണാധികാരികൾ പ്രജകളുടെ താല്പര്യം സംരക്ഷിക്കാതെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ നീതിയും ന്യായവും എല്ലാം തച്ചുടയ്ക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ ഒരു സമൂഹത്തെ നേർവഴിക്ക് നയിക്കുവാനും യേശുവിൻ്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ യേശുവിനെ ആർക്കും കുറ്റം പറയുവാനായിട്ട് സാധിക്കത്തില്ല. യേശു നീതിയുടെ പക്ഷത്തായിരുന്നു എല്ലാ കാലഘട്ടത്തിലും. നമുക്കറിയാം, പല അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോഴും സദുക്കയന്മാരും ഫ്രീഷ്യന്മാരും ഒക്കെ, പുരോഹിതന്മാരുമൊക്കെ അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. ശാബത ദിവസത്തിൽ ഒരിക്കലും സൗഖ്യം നൽകുവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ സൗഖ്യം നൽകുന്നത് ശാബത ദിവസം പാടില്ല എന്ന് വളരെ ശക്തമായിട്ട് അവർ നിർദ്ദേശിക്കുകയുണ്ടായി. അപ്പോൾ അതിനെ യേശു പുച്ഛിച്ച് തള്ളുകയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ചോദിച്ചത്, നിങ്ങളുടെ വളർത്തുമൃഗങ്ങളെ നിങ്ങൾ വെള്ളം കുടിപ്പിക്കാനായിട്ട് തൊഴുത്തിൽ നിന്നും അഴിച്ച് നിങ്ങൾ അതിനെ കൊണ്ടുപോകുന്നില്ലേ?
അപ്പോൾ ശാബത ദിവസം പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും അടിമത്തത്തിൽ ആയിരുന്ന ഒരു വ്യക്തിയെ ഞാൻ സുഖപ്പെടുത്തിയത് തെറ്റാണോ തിന്മയാണോ എന്ന് അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ, തെറ്റായ വ്യാഖ്യാനങ്ങൾ അവർ പല കാര്യങ്ങൾക്കും നൽകിയിരുന്നു. അപ്പം ന്യായവും നീതിയുമെല്ലാം വളച്ചൊടിക്കപ്പെടുകയും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്തിരുന്ന ഒരു ജനസാമാന്യവും ഭരണകർത്താക്കളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അവരുടെ ഇടയിൽ ദൈവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും നമുക്കറിയാം. കുഷ്ഠരോഗികളെ, നിരാലംബരായിട്ടുള്ള ആളുകളെ, വേശ്യാവൃത്തിയിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളെ, ജീവിതത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ആളുകളെ മുഴുവൻ സ്വീകരിക്കുവാനായിട്ട് അതിനുള്ള വലിയ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പുതിയൊരു ദർശനം, പുതിയൊരു കാഴ്ചപ്പാട്, പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രത്തിൽ നിന്ന് അടിക്ക് തിരിച്ചടി. അപ്പോൾ നിൻ്റെ സഹോദരനെ സ്നേഹിക്കുക, അവനോട് 70 പ്രാവശ്യം നീ ക്ഷമിക്കണം എന്ന് പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ ഒരു വലിയ മൂർത്തിഭാവമായിരുന്നു. ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്കറിയാം. ഇന്ന് ലോകം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭമാണ്. പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത രാഷ്ട്ര നേതാക്കന്മാർ അവർ കാട്ടിക്കൂട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഐക്യരാഷ്ട്ര സംഘടനയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ലോകസമാധാനത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ രാഷ്ട്രീയ അധികാരത്തെ ഉപയോഗിക്കുമ്പോൾ ജനം അനുഭവിക്കുന്ന ദുരിതം ഇന്ന് നമ്മൾ കാണുന്നത് ഒരു ഇൻ്റർഡിപ്പെൻഡൻറ്റ് വേൾഡാണ്. പഴയ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. പണ്ട് യുദ്ധങ്ങൾ ലോക്കലൈസ്ഡ് ആയിരുന്നു. ഇന്ന് യുദ്ധം എവിടെയുണ്ടായാലും ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ജീവിക്കുന്നത് ഇൻ്റർഡിപ്പെൻഡൻറ്റ് വേൾഡിലാണ്. ഞാനൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് വളർന്നു വന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടായിരുന്നു. പഠിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ പരിമിതമായിരുന്നു, കുറവുകളുണ്ടായിരുന്നു. എങ്കിലും ദൈവാശ്രയ ബോധത്തോട് ജീവിച്ചപ്പോൾ ദൈവം എന്നെ വളർത്തി വലുതാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. ഞാനൊരു അധ്യാപകനായി, കോളേജ് അധ്യാപകനായി മാറുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ദൈവത്തിൻ്റെ വലിയൊരു നടത്തിപ്പായിട്ട് ഞാൻ കാണുകയാണ്. അപ്പം ഞാൻ പഠിത്തത്തിൽ വലിയ മിടുക്കനായിരുന്നില്ല, എന്നാൽ മോശവുമായിരുന്നില്ല. പക്ഷെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുന്നതിനും ഡിഗ്രി വിദ്യാഭ്യാസം വാസ്തവത്തിൽ വലിയ മാർക്കോടുകൂടിയൊന്നുമല്ല പാസ്സായത്. അതിനുശേഷം പൊളിറ്റിക്കൽ സയൻസ് എടുത്ത് പഠിച്ചു, എക്കണോമിക്സ് പഠിച്ചു. പൊളിറ്റിക്കൽ സയൻസിൽ നല്ല നിലയിൽ ഫസ്റ്റ് ക്ലാസ്സിനടുത്ത് മാർക്കോടുകൂടി എനിക്ക് പാസ്സാകാൻ സാധിച്ചത് കൊണ്ടാണ് എനിക്ക് കോളേജിൽ അധ്യാപകനായി ജോലി ലഭിച്ചത്. അത് വലിയൊരു അവസരമായിട്ട് ഞാൻ കാണുകയാണ്. അത് ജീവിതത്തിൽ മറക്കാനാവാത്ത അതിൻ്റെ വലിയൊരു വഴിത്തിരിവാണ്. അപ്പോൾ ദൈവം എന്നെ വഴി നടത്തിയ ആ മാർഗം. അതുപോലെ തന്നെ ഞാനൊരു അപകടത്തിൽ പെടുകയുണ്ടായി എൻ്റെ 40-ാമത്തെ വയസ്സിൽ. അപ്പോൾ അങ്ങനെ ദീർഘകാലം എൻ്റെ കാല് ഫ്രാക്ചറായിട്ട് ആശുപത്രിയിൽ കിടക്കേണ്ടതായിട്ട് വന്നു. റീഫ്രാക്ചർ സംഭവിച്ചു. ആ സന്ദർഭങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കരുണ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളെയെല്ലാം അതിജീവിച്ച് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യം എൻ്റെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും എനിക്ക് ലഭിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ആ വലിയ സ്നേഹം അനുഭവിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. അത് ഇപ്പോഴും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിലും ഞാൻ കോളേജിൽ ഏതാണ്ട് 30 വർഷത്തോളം അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം വേറെ ഒരു സ്വാശ്രയ കോളേജിൽ, യൂണിവേഴ്സിറ്റിയുടെ സ്വാശ്രയ കോളേജിലെ പ്രിൻസിപ്പളായിട്ട് ഏതാണ്ട് 7 വർഷത്തോളം സേവനമനുഷ്ഠിച്ചു. കോളേജിൽ ജോലി ചെയ്യുന്നതിന് മുമ്പ് പല സ്ഥാപനങ്ങളിലും ഞാൻ അധ്യാപകനായി ജോലി ചെയ്തു. പിന്നീട് 41 വർഷക്കാലം അധ്യാപകനായിട്ട് ജോലി ചെയ്യാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികൾ അവർ നൽകുന്നതായിട്ടുള്ള സ്നേഹവും ബഹുമാനവും വാസ്തവത്തിൽ അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. യേശുവിലുള്ള, ക്രിസ്തുവിലുള്ള ആ വിശ്വാസത്തിൻ്റെയും ആ സ്നേഹത്തിൻ്റെയും നിദർശനമാണ് അവരിലൂടെ എനിക്ക് തിരിച്ചു കിട്ടുന്നത്.
ഞാനൊരു നല്ല അധ്യാപകൻ ആയി തീർന്നു എന്ന് ഞാൻ അഭിമാനിക്കുന്നില്ല. എങ്കിലും എന്നാൽ കഴിയുന്ന തരത്തിൽ ആത്മാർത്ഥമായി കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചു, അവരെ പരിശീലിപ്പിച്ചു. അവർ ആ ഒരു നന്ദി ഇപ്പോൾ എപ്പോഴും ഏതവസരത്തിലും കാണിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ശക്തി നൽകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആ ദർശനത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊരു ജീവിത ദർശനം കരുപ്പിടിപ്പിക്കുന്നതിന് എനിക്ക് കഴിഞ്ഞത് എന്നുള്ളത് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണ്. അത് ഇപ്പോഴും ഞാൻ നിവർത്തിക്കുന്നുണ്ട്. റിട്ടയർമെൻറ്റ് ജീവിതത്തിലെ YMCA ബന്ധപ്പെട്ട് അഞ്ചൽ YMCA പ്രസിഡൻ്റായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏതാണ്ട് 30 വർഷക്കാലമായിട്ട് സജീവമായി രംഗത്തുണ്ട്. YMCA മറ്റ് മേഖലകളിൽ സബ് റീജിയൻ്റെ ചെയർമാനായിട്ട് ഇപ്പോൾ 2 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. അതിന് മുമ്പ് അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട്, ജനറൽ കൺവീനറായിട്ട് ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ കരുണയുടെ മുഖമാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. മറ്റുള്ളവർ, തൻ്റെ ശിഷ്യന്മാർ പാപികളോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയപ്പോൾ അങ്ങനെയുള്ളവരെ മുഴുവൻ തൻ്റെ അടുത്തേക്ക് ആവാഹിക്കുവാൻ, തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ ആ കരുണയുടെ മുഖം അദ്ദേഹം തെളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അവരുടെ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. കരുണയോടെ മറ്റുള്ളവരെ നമ്മൾ വീക്ഷിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും അത് യേശുവിന്, ക്രിസ്തുവിന് പ്രീതികരമാണ്. ക്രിസ്തുവിൻ്റെ കരുണയുടെ മുഖം നഷ്ടപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ ആ തത്വം, ക്രിസ്തുവിൻ്റെ ആ വലിയ സന്ദേശം നമ്മളിൽ നഷ്ടപ്പെടുകയാണ്. അപ്പം ക്രിസ്തുവിൻ്റെ സന്ദേശത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് കരുണയുടെയും സ്നേഹത്തിൻ്റെയും ശക്തമായ ഒരു സ്വാധീനമാണ്. കരുണയുടെ മുഖം, അന്ന് വരെ കരുണയുടെ മുഖം കാട്ടിക്കൊടുക്കുവാനായിട്ട് ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരു വലിയ വ്യത്യസ്തമായ, ഒരു തരത്തിൽ പറഞ്ഞാൽ വിപ്ലവകരമായ ഒരു സന്ദേശമാണ് യേശു നൽകിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാകും. യേശുവിൻ്റെ മലയിലെ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ്. ആ മലയിലെ പ്രസംഗത്തിൻ്റെ സ്വാധീനം നമുക്കറിയാം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ചു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീത എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലും യേശുവിൻ്റെ മലയിലെ പ്രസംഗം എന്നിൽ നിന്ന് ഇല്ലാതാകാൻ ഇടയാകരുത് എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിലെ എല്ലാ തത്വശാസ്ത്രങ്ങളുടെയും എല്ലാ ചിന്താധാരകളുടെയും ഒരു സംക്ഷിപ്ത രൂപം ഈ മലയിലെ പ്രസംഗത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതിൽ ശക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് കരുണ. നമ്മൾ കരുണയുള്ളവരായിരിക്കണം. മറ്റുള്ളവരോട് കരുണയോടുകൂടി നമ്മൾ പെരുമാറുമ്പോൾ, അവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എനിക്ക് വലിയ ബോധ്യമുള്ള സംഗതിയാണ്. നാട്ടിലെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഇടപെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പലപ്പോഴും എനിക്ക് അതിൻ്റേതായിട്ടുള്ള ശകാരം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വീട്ടിലായിരിക്കേണ്ട സന്ദർഭങ്ങളിലായിരിക്കാതെ ഇപ്പോൾ വീട് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, റോഡ് വെട്ടുന്നതിന് വേണ്ടിയുള്ള, ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളെ സന്ദർശിക്കാനായിട്ട്, അവർക്കെന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നതിനായിട്ട് ഉള്ള പരിപാടികൾ അല്ലെങ്കിൽ പദ്ധതികൾ യുവാക്കന്മാരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ചെയ്തിരുന്ന ഒരു കാലഘട്ടം. ഇപ്പോഴും അത് അനുവർത്തിക്കുന്നതിന്, അത് ചെയ്യുന്നതിന് ഉള്ള പ്രേരണ ക്രിസ്തുവിൻ്റെ ആ കരുണയുടെ ആ സ്വാധീനമാണ്. അപ്പോൾ കരുണയുടെ മുഖം മനുഷ്യന് നഷ്ടപ്പെട്ടാൽ, അത് കരുണ മനുഷ്യനില്ലാതായാൽ അവൻ്റെ അസ്തിത്വം അവന് നഷ്ടപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ലോകം മുഴുവൻ ഒരു രാക്ഷസ ഭൂമിയായിട്ട് മാറും. ഇന്ന് കരുണയുടെ മുഖം നഷ്ടപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ലോകം വലിയ അപകടത്തിലേക്ക് ചെന്നുപെട്ടിരിക്കുന്നത്. സാമൂഹികപരമായ തിന്മകൾ, അത് നമുക്കറിയാം. മനുഷ്യൻ പരസ്പരം കലഹിക്കുന്നു, മാതാപിതാക്കന്മാർ മക്കളെ കൊല്ലുന്നു, മക്കൾ മാതാപിതാക്കന്മാരെ കൊല്ലുന്നു. അതുപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റുള്ള ദുശീലങ്ങൾക്കും അടിമകളായിട്ട് പോകുന്നു. ക്രിസ്തുവിൻ്റെ ദർശനങ്ങൾ ഇന്ന് നമ്മൾ വാസ്തവത്തിൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചം
കൃത്യമായി നമുക്ക് മറ്റുള്ളവർക്ക് നൽകുവാൻ നമ്മൾ വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ് സത്യം. വിളക്ക് കൊളുത്തി പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാതെ പീഠത്തിന്മേൽ വയ്ക്കണമെന്ന് യേശു പഠിപ്പിച്ചു, ക്രിസ്തു പഠിപ്പിച്ചു. പലപ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ വലിയ വെളിച്ചം മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വേദനാജനകമായ വസ്തുത. നമ്മളെല്ലാം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, ആരാധനയിൽ പങ്കെടുക്കുന്നു, പള്ളിയിൽ പോകുന്നു, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുവെങ്കിലും ക്രിസ്തുവിൻ്റെ ദർശനങ്ങൾ, സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കുന്നതിന് നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ക്രിസ്തുവിനെ മറ്റുള്ളവരോട് പറയുന്നത് അന്തസ്സിന് ചേരുന്ന ഒരു സംഗതി അല്ല എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഔദ്യോഗികമായ രീതിയിൽ പള്ളിയിലെ അംഗങ്ങളായിരിക്കാം, സഭാ സമൂഹത്തിലെ വ്യക്തിത്വങ്ങളായിരിക്കാം. പക്ഷെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് യേശുവിനെ മറ്റുള്ളവർക്ക് നൽകുവാൻ, ക്രിസ്തു ജീവിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് നമുക്ക് മാറുവാനായിട്ട് സാധിക്കണം. സുവിശേഷം, സദ്വാർത്ത നമുക്ക് മറ്റുള്ളവർക്ക് കൈമാറുവാനായിട്ട്, ആ രക്ഷയുടെ സന്തോഷം, യേശുവുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൻ്റെ ആ വലിയ അനുഭവം, അത് നൽകുന്നതായ സദ്വാർത്ത മറ്റുള്ളവർക്ക് പകരുവാൻ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. നമുക്ക് ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുവാനായിട്ട് നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, ചിന്തയിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം നമ്മളെ കരുതുന്നു, ദൈവം സ്നേഹമാണ് എന്നുള്ള ആ ബോധ്യം ഏത് ആപത്ഘട്ടത്തിലും നമുക്കുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വലിയ ദർശനത്തോടെ യേശുവിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുവാനും ആ സ്നേഹിക്കുന്ന യേശുവിനെ മറ്റുള്ളവർക്ക് നൽകുവാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയും എന്ന് ഉറപ്പുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.